ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് തിരുസഭാമാതാവ് നോമ്പ് കാലത്തിന്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗം ധ്യാനിക്കുവാനായി നമുക്ക് നൽകിയിരിക്കുകയാണ്. യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ എന്ന്. ഇന്നത്തെ ഈ സുവിശേഷം നമ്മോട് പറയുന്നത് പോലെ ഈ നോമ്പുകാലം മുഴുവനും ശിശു സഹജമായ ഹൃദയത്തോടുകൂടി ജീവിക്കുവാൻ, പിതാവായ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുവാൻ, നാം ചെറുതായിരുന്നപ്പോൾ, നാം ശിശുവായിരുന്നപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് പേടിയില്ലാതെ ഭയമില്ലാതെ നാം നടന്നുകൊണ്ടിരുന്നത് പോലെ, അവർ നമ്മെ സംരക്ഷിക്കുമെന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരുന്നത് പോലെ, പിതാവായ ദൈവത്തിലേക്ക് തിരിഞ്ഞ് നിർമ്മല ഹൃദയത്തോടെ ആ പിതാവായ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുവാനും പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ചെറുതാകുവാനുമായിട്ട് നമ്മോട് പറയുകയാണ്. ശിശുക്കളെ പോലെ നാം ചെറുതാകുമ്പോഴാണ്, താഴ്ന്നു കൊടുക്കുമ്പോഴാണ് നാം സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരുക എന്ന വലിയ സത്യം നമ്മോട് ഇന്ന് വചനത്തിലൂടെ പറയുകയാണ്. ഇന്നത്തെ വചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ, മറ്റുള്ളവർക്ക് പ്രലോഭനത്തിന് നാം കാരണമാകുന്നെങ്കിൽ, നമ്മുടെ ഏത് അവയവമാണോ അതിന് പ്രലോഭനത്തിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ തിന്മയ്ക്ക് കാരണമാകുന്നത്, അത് ചൂഴ്ന്നെടുത്ത് കളഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ട് നാം സ്വർഗരാജ്യത്തിലേക്ക് നല്ല ഹൃദയത്തോടെ പ്രവേശിക്കുവാനായിട്ടാണ്. ശരീരത്തിന്റെ ഒരു അംഗം ഇല്ലാതെ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരവയവം ഇല്ലാതെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരും. പാപകാരണമായ ആ അവയവം നാം വെട്ടിക്കളയുന്നതാണ് നല്ലത് എന്ന്, അല്ലാതെ വെട്ടിക്കളയാനായിട്ടല്ല, മാനസാന്തരപ്പെടുവാനായിട്ടാണ് ഈശോനാഥൻ വചനത്തിലൂടെ നമ്മോട് പറയുക. പൂർണ്ണ മനുഷ്യരായി തന്നെ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ശിശു സഹജമായ ഹൃദയത്തോടെ തമ്പുരാനിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ നോമ്പ് കാലം ഫലദായകമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.